കാറ്ററ്റ് ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ ഹാർദമായ സ്വാഗതം. ഇതുവരെ പഠനം തുടങ്ങാത്തവരും അതുപോലെ കാറ്ററ്റ് പഠനം തുടങ്ങിയവരുണ്ടായിരിക്കും. എന്നാൽ പഠനം തുടങ്ങിയിട്ട് അതിന് സീരിയസ്നെസ് കൊടുക്കാത്ത ആളുകളും പല ആളുകളും ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ, ഈ ലൈവിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. പഠിച്ചു തുടങ്ങിയവരുണ്ടായിരിക്കും, എന്നാൽ ഇതുവരെ പഠനം തുടങ്ങാത്തവരുണ്ടായിരിക്കും. എന്നാൽ പഠനം തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഫ്രീ ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ ഫ്രീ ക്ലാസ് ഒക്കെ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. അതുപോലെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുമ്പോൾ അതെല്ലാം നമ്മൾ പിറക്കുന്നുണ്ട്. അല്ലാതെ കാര്യമായിട്ട് ഗൗരവത്തോടു കൂടി പഠനത്തെ സമീപിക്കാത്ത ആളുകളും ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതുവരെ 230 ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ 230 ആളുകളും 100% നിങ്ങൾ TTC DLED അല്ലെങ്കിൽ BEd കഴിഞ്ഞ ആളുകളായിരിക്കും. ശരിയല്ലേ? TTCയോ DLEഡോ DEഡോ BEഡോ കഴിഞ്ഞ ആളുകളായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. 100% അത്തരത്തിലുള്ള ആളുകളായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ TTC എടുത്തത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ DLEd എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ BEd എടുത്തത്? ഒന്ന് പറഞ്ഞേ. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ TTC അല്ലെങ്കിൽ DEd അല്ലെങ്കിൽ DLEd അല്ലെങ്കിൽ BEd പല പേരിൽ അറിയപ്പെടുന്ന കോഴ്സുകൾ ഉണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഓക്കെ, നിങ്ങൾക്കൊരു ടീച്ചർ ആവുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടീച്ചർ ആവുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? വെറുതെ ഒരു സാമൂഹ്യ സേവനം മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യം? ആണോ? 100% സാമൂഹ്യ സേവനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എനിക്കൊരു ടീച്ചർ ആയിക്കൊണ്ട് നല്ല സമൂഹത്തെ വാർത്തെടുക്കണം എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിലോട്ട് വെച്ച് അധ്യാപകരായ ആളുകൾ ഉണ്ടോ? അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ടീച്ചിങ് കരിയർ നമ്മൾ സെലക്ട് ചെയ്യില്ല. ഒരുപാട് കരിയർ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ഒരുപാട് കരിയർ നമ്മുടെ മുൻപിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൽ DLEd അല്ലെങ്കിൽ BEd എന്ന് പറയുന്ന കരിയർ നമ്മൾ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? നമുക്കൊരു ടീച്ചർ ആയാൽ മാത്രം പോരാ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള നല്ലൊരു ടീച്ചറായിട്ട് മാറണം എന്നുള്ളതാണ്. ഓക്കെ, ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പല ആളുകളും നമ്മളെ ജോലിക്ക് വേണ്ടി മാത്രമാണോ? ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കല്യാണ മാർക്കറ്റ് ഉണ്ടല്ലോ, കല്യാണ മാർക്കറ്റിന് ഡിമാൻഡ് കൂടാൻ വേണ്ടിയിട്ട് TTC എടുക്കുന്ന ആളുകളുണ്ട്. ഒരു ടീച്ചറാണ്, അപ്പോ കുറച്ചുകൂടെ ഒക്കെ എന്തുണ്ട്, കല്യാണ മാർക്കറ്റ് എന്നുണ്ട്. ഈ രീതിയിൽ വരെ TTC എടുക്കുന്ന ആളുകളുണ്ട്. ഇത് ഞാൻ വെറുതെ തമാശയായിട്ട് പറയുന്നുള്ളൂ. പക്ഷേ DLEd അല്ലെങ്കിൽ BEd നിങ്ങൾ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും ജോലിയാണോ? ജോലി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ TTC അല്ലെങ്കിൽ BEd നിങ്ങൾ ഓപ്റ്റ് ചെയ്തു? അതിന്റെ റീസൺ ആണ് എന്ത്? ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് ആണല്ലോ. ഒരു ഗവൺമെന്റ് ജോലിക്കാരനാവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾ TTC എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? TTCയോ BEഡോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സമൂഹത്തിൽ തന്നെ 5000 രൂപക്കും 10000 രൂപക്കും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ 5000 രൂപക്കോ 10000 രൂപക്കോ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാനാണോ നിങ്ങൾ TTC എടുത്തത്? ആണോ? ഒന്ന് പറഞ്ഞേ, യെസ് ഓർ നോ. 5000 രൂപക്കോ 10000 രൂപക്കോ ചെറിയ ശമ്പളത്തിൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ TTC എടുത്തത്? അല്ല, അതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെയും നാം ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാ? പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് I want to become a government employee. ഒരു ഗവൺമെന്റ് ജോബ്, ഒരു ഗവൺമെന്റ് ജോലി നമുക്കെല്ലാം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു TTC അല്ലെങ്കിൽ BEd എടുത്തതിന്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്, പ്രാഥമിക ലക്ഷ്യം ആണല്ലോ. ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ലക്ഷ്യമാണ്. ഓക്കെ, ഇനി ഇതല്ല, ഒരു ജോലി അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമാണ് TTCക്കുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഈ ക്ലാസ് നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ലെഫ്റ്റ് അടിച്ചോ. ഇപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യം വെറുതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണ് താല്പര്യം, ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആണ് താല്പര്യം,
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്യാണ മാർക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടെ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീച്ചർ ആവുന്നത്. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചോ. നിങ്ങൾ കേൾക്കേണ്ടതല്ല. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് ജോബ് ലക്ഷ്യം വെക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ 2 വർഷം കൊണ്ട് TTC അല്ലെങ്കിൽ DLED അല്ലെങ്കിൽ B.Ed ചെയ്തു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഒരുപാട് നമ്മളെ അക്കാദമിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ 12 വർഷം +2 വരെ പഠിച്ചതല്ല, അല്ലെങ്കിൽ 3 വർഷം ഡിഗ്രി പഠിച്ചതല്ല, 2 വർഷം PG പഠിച്ചതല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ അക്കാദമിക്കലി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തത് നിങ്ങളുടെ TTC അല്ലെങ്കിൽ B.Ed കാലഘട്ടത്തിലായിരിക്കും. കാരണം നമുക്ക് ഇവിടെ വരുന്നത് എന്തല്ല, കുറെ പേപ്പറുകൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു എന്നുള്ളതല്ല. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. 2 വർഷത്തെ TTCയും B.Edഉം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ എത്ര വർക്ക് ചെയ്തു? 100 ദിവസത്തിലധികം ദിവസങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മൾ ചെലവഴിച്ചു. 100 ദിവസം. ആ 100 ദിവസം നിങ്ങൾ സ്കൂളിൽ ഇന്റേൺഷിപ്പുമായി കഴിച്ചു കൂട്ടിയപ്പോ എത്ര ലെസൺ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കി? 200ഓളം ലെസൺ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കി. 200 ലെസൺ പ്ലാൻ തയ്യാറാക്കാൻ എത്ര ദിവസത്തെ ഉറക്കമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്? നമ്മൾ ഉറക്കം ഒഴിച്ച് ഒരുപാട് ലെസൺ പ്ലാനുകളും ടീച്ചിങ് മാനുവലുകളും നമ്മൾ തയ്യാറാക്കി. അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് പല ആളുകളുടെയും സഹായത്തോടെ അവരുടെ കൈയും കാലും പിടിച്ച് ഒരുപാട് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കി, ആണല്ലോ. ഒരുപാട് പൈസ മുടക്കി നമ്മൾ ചാർട്ട് വാങ്ങി, കളർ വാങ്ങി, ഇതിലെല്ലാം നമ്മൾ എഴുതി നമ്മുടെ സമയം, നമ്മുടെ ഉറക്കം, നമ്മുടെ പൈസ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ TTCക്കും B.Edനും വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ചു. അതിനേക്കാൾ ഉപരി എത്ര അമ്മമാരാണ് ഈ ക്ലാസ്സിലുള്ളത്? ഈ ക്ലാസ്സിൽ നിങ്ങൾ നോക്കുക, എത്ര അമ്മമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട് എന്നുള്ളത്. ഈ അമ്മമാരും ഉമ്മമാരും അവരുടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും, ഈ ഉമ്മമാരോ അമ്മമാരോ ആവണമെന്നില്ല, അല്ലാത്ത ആളുകളായാലും തൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും വിട്ട് 15 ദിവസം ക്യാമ്പും അതുപോലെ ടൂറും നമ്മൾ മാറി നിന്നു. എത്ര ബെഞ്ചിൽ നമ്മൾ കിടന്നുറങ്ങേണ്ടി വന്നു? നമ്മുടെ വീട്ടിൽ സോഫയിൽ AC-യിൽ കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്നും നമ്മൾ ബെഞ്ചിലും ഡെസ്കിലും കിടന്നുറങ്ങേണ്ടി വന്ന, നമ്മുടെ അട്ടയുടെയും കൊതുകിന്റെയും കടികൾ നമ്മൾ കൊണ്ട നമ്മുടെ ക്യാമ്പിന്റെ ദിവസങ്ങൾ, ആണല്ലോ. ഈ ക്യാമ്പും നിങ്ങളുടെ ടൂറും നിങ്ങളുടെ ടീച്ചിങ് മാനുവലുകളും നിങ്ങളുടെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസും എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ TLMകൾ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ ക്യാമ്പുകൾ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ ടീച്ചിങ് മാനുവലുകൾ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നമുക്കൊരു ടീച്ചർ ആവണം. എന്ത് ടീച്ചർ? പ്രൈവറ്റ് സ്കൂളിൽ 5000 10,000 കൊടുക്കുന്ന ടീച്ചറായാൽ മതിയോ? അല്ല, നമുക്കൊരു ഗവൺമെന്റ് ജോലിയാണ് നമ്മുടെ ലക്ഷ്യം, ആണല്ലോ. ഗവൺമെന്റ് ജോലി. ഓക്കെ, ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂളിലെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ള നമുക്ക് മുടങ്ങാതെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ ടീച്ചിങ് മാനുവലുകൾ, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള TLMകൾ, നമ്മൾ ഉറക്കമൊഴിച്ച് തയ്യാറാക്കിയ നമ്മുടെ വിവിധ ഉപകരണങ്ങളും നമ്മുടെ റെക്കോർഡ് ബുക്കുകളും, നമ്മുടെ ടൂറ്, നമ്മുടെ ക്യാമ്പ്, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ഉപകാരമാവണമെങ്കിൽ നമുക്കൊന്ന് കൂടിയേ തീരൂ. അതാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് കേട്ടറ്റ് യുവർ കോഴ്സ് ആൻഡ് എഫേർട്സ് ആർ മീനിങ്ലെസ് എന്ന് പറയാം. നിങ്ങൾക്ക് കേട്ടറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച DLED, നിങ്ങൾ പഠിച്ച B.Ed എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിരിക്കും. കാരണം ഒരു എയ്ഡഡ് സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യണമെങ്കിലും കേട്ടറ്റ് വേണം. മനസ്സിലായല്ലോ? ഈവൻ 5000 രൂപക്കും 10,000 രൂപക്കും പണിയെടുക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ വരെ ഇപ്പോൾ കേട്ടറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവർ പോലും അധ്യാപകരുടെ യോഗ്യതയെ പരിശോധിക്കാൻ തുടങ്ങി. കാരണം ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകന് എത്രത്തോളം യോഗ്യതയുണ്ട്? ഒരു DLED പരീക്ഷ കോപ്പി അടിച്ചാൽ പാസ്സാവാൻ പറ്റുമായിരിക്കാം, പക്ഷേ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായ ഒരു അധ്യാപകനായാൽ നാളത്തെ സമൂഹം എന്തായിരിക്കും? അതുകൊണ്ടാണ് 2012
നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മത്സര പരീക്ഷയായിട്ടുള്ള CTET-ഉം CAT-റ്റും എല്ലാം നിർബന്ധമാക്കി തുടങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ CAT എന്ന് പറയുന്ന ഒരു യോഗ്യതാ പരീക്ഷ, ഒരു എലിജിബിലിറ്റി പരീക്ഷ നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവന്നു. അതാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, CAT. ഈ CAT നിങ്ങൾ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അധ്യാപകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിരിക്കും, മീനിങ്ലെസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, CAT-ന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയ നിങ്ങളുടെ ടൂർ, നിങ്ങൾ പോയ ടൂർ, നിങ്ങളുടെ ക്യാമ്പ്, നിങ്ങളുടെ ടീച്ചിങ് മാനുവലുകൾ, ഇതെല്ലാം അർത്ഥശൂന്യമായിരിക്കും. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ടീച്ചിങ് മാനുവലുകൾക്ക് കൊടുത്ത ഇമ്പോർട്ടൻസ് നിങ്ങൾ യഥാർത്ഥത്തിൽ CAT-ന് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പഠിക്കാനുണ്ടാവുമ്പോൾ നിങ്ങൾ പിന്നോട്ട് വലിയും. എനിക്ക് ഇന്ന് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാനുണ്ട്, TLM തയ്യാറാക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നിലോട്ട് വലിയും. പക്ഷെ ആ സമയത്ത് നമ്മൾ CAT എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, CAT എന്ന് പറയുന്നത് നിങ്ങൾ നേടിയെടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ഇതല്ല, ഇനി CAT ഒന്നുമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ TTC-യുടെയോ BEd-ന്റെയോ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷെൽഫിൽ വെച്ച് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതിന് മാത്രമേ കൊള്ളുകയുള്ളൂ. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരമാവണമെങ്കിൽ നിങ്ങൾ CAT എന്ന് പറയുന്ന പരീക്ഷ, നിങ്ങൾ ആ ഒരു യോഗ്യതാ പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് CAT പരീക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഇമ്പോർട്ടൻസ് ഓഫ് CAT. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് CAT പരീക്ഷയുടെ പ്രാധാന്യം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ ഈ CAT പരീക്ഷയെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറയുമ്പോൾ ചില ആളുകളെല്ലാം കരുതുന്നുണ്ടാവും, 6 മാസം കഴിഞ്ഞാൽ അടുത്ത CAT വരും. എല്ലാ വർഷവും 2 CAT നടക്കുന്നുണ്ട്. 6 വർഷം കഴിഞ്ഞാൽ CAT എന്ത് ചെയ്യും, അടുത്ത CAT വരും. ഇപ്പൊ എനിക്ക് ക്യാമ്പാണ്, ഇപ്പൊ ഈ ഒരു മാസം എനിക്ക് ക്യാമ്പ് നടക്കാൻ പോവാണ്, ഇപ്പൊ എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് തിരക്കാണ്, TLM തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ CAT പഠനത്തിൽ നിന്നും പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഓക്കെ, ആ കാര്യം നിങ്ങൾ തിരിച്ചറിയാ. എനിക്ക് ഇനി പറയാനുള്ളത് ഇത്തരം മനോഭാവക്കാരോടാണ്, അഥവാ ഇങ്ങനെ പഠനത്തിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുന്ന ആളുകളോടാണ് എനിക്കിനി പറയാനുള്ളത്. ഇനി CAT എഴുതാം എന്ന് കരുതവർ തന്നെ 2 തരത്തിലുണ്ട്. ഇനി CAT എഴുതാം, അടുത്ത CAT, ഇപ്പൊ ഈ ജനുവരിയിൽ CAT കഴിഞ്ഞാൽ അടുത്തത് ജൂലൈയിൽ CAT വരും, അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ CAT വരും എന്ന് കരുതി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന്, ഇപ്പോൾ TTC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആണല്ലോ. ഇപ്പോൾ TTC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ DLED BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഒന്ന് DLED അല്ലെങ്കിൽ TTC പഠിച്ചു കഴിഞ്ഞ ആളുകൾ, പഠനം പൂർത്തിയാക്കിയ ആളുകളും CAT-ന് വേണ്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, CAT അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എനിക്കിതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ TTC അല്ലെങ്കിൽ BEd പഠിക്കുന്നവരാണ്. TTC അല്ലെങ്കിൽ BEd പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ CAT പരീക്ഷയുടെ പകുതി ഭാഗവും എന്ന് തന്നെ പറയാം. 150 മാർക്ക് CAT പരീക്ഷക്കുണ്ടെങ്കിൽ അതിലൊരു 80 മാർക്കെങ്കിലും നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സൈക്കോളജി, പെഡഗോജി ഭാഗത്തിൽ നിന്നാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, 80 മാർക്ക്, എങ്ങനെ 80 മാർക്ക്? സൈക്കോളജി 30 മാർക്കിനല്ലേ എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സൈക്കോളജി 30 മാർക്കിനുള്ളൂ, പക്ഷേ ബാക്കിയുള്ള 4 സബ്ജക്റ്റിലും 15ഓളം മാർക്ക്, 10 മുതൽ 15 വരെ മാർക്ക് പെഡഗോജി ഭാഗത്തിൽ നിന്നാണ്. ഈ പെഡഗോജി ഭാഗം എവിടെയുള്ളതാ? DLED അല്ലെങ്കിൽ BEd പഠിക്കുന്ന മലയാളം, അതിൽ പഠിക്കുന്ന ഇംഗ്ലീഷ്, അതിൽ പഠിക്കുന്ന സോഷ്യൽ സയൻസ്, അതിൽ പഠിക്കുന്ന EVS, അതിൽ പഠിക്കുന്ന മാത്സ്. ഈ സബ്ജക്റ്റിലെല്ലാം പഠിക്കാനുള്ള പെഡഗോജിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് CAT പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ CAT പരീക്ഷയ്ക്കുള്ള 80% നിങ്ങൾ ആൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതിലേക്ക് ഒരു 20%
അല്ലെങ്കിൽ ഒരു 30% നിങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ? നിങ്ങൾ 30% എക്സ്ട്രാ കുറച്ചുകൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടിട്ട് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി മറിച്ച് നിങ്ങളുടെ കോഴ്സ് പൂർത്തിയായാലോ? നിങ്ങളുടെ കോഴ്സ് പൂർത്തിയായി നിങ്ങൾ കോഴ്സ് എല്ലാം പാസ് ഔട്ട് ആവുമ്പോൾ പിന്നീട് നിങ്ങൾ പഠിച്ചതൊന്നും നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവില്ല. അത് നിങ്ങളെന്നല്ല, നാം ഓരോരുത്തരുടെയും കാര്യമാണ്. ഒരു 4 മാസം മുൻപ് പരീക്ഷയ്ക്ക് പഠിച്ച കാര്യം ഇപ്പൊ ചോദിച്ചാൽ എത്ര ആൾക്ക് കിട്ടും? കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അത് നമ്മൾ വിട്ടുപോയാൽ ആ കാര്യങ്ങൾ നമ്മൾ പതിയെ പതിയെ മറക്കും. ഇങ്ങനെ മറന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 20%, 30% നിങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. പഠനം പൂർത്തിയായാൽ പിന്നെ നിങ്ങൾ 0 മുതൽ തുടങ്ങി 100% നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ മറന്നിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം, ഇതാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ള സമയം എന്നുള്ളത്. പിന്നീട് കിട്ടുക എന്നുള്ളത് ഒരു ബാലികേറാമലയായി മാറുകയാണ് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങളിൽ ഉണ്ടായിക്കോട്ടെ. എനിക്ക് ഇനി പറയാനുള്ളത്, ഈ ഒരു DLED അല്ലെങ്കിൽ BEd കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും. DLED BEd കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും, അവരോട് മാത്രമല്ല, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രദ്ധിച്ചോളി. എല്ലാവരോടുമുള്ള കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കാറ്ററ്റ് കോച്ചിങ് രംഗത്തെ എൻ്റെ അനുഭവങ്ങളുടെ സംഭവത്തിൽ, എൻ്റെ വർഷങ്ങളുടെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർഷങ്ങളായി കാറ്ററ്റ് ക്ലാസ് എടുക്കുന്ന എൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ ഹൈലൈറ്റ് കൊടുത്തോ. ഉറപ്പാണ്, തീർച്ചയാണ്, 1-2 വർഷം കൊണ്ട് കേട്ടറ്റിന്റെ സിലബസ് മാറിയിരിക്കും. 1-2 വർഷം കൊണ്ട് കേട്ടറ്റിന്റെ സിലബസ് മാറിയിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കേട്ടറ്റ് പഠിപ്പിക്കുന്നതിന്റെയും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ പറയുകയാണ്. 1-2 വർഷം കൊണ്ട് കേട്ടറ്റിന്റെ സിലബസ് മാറിയിരിക്കും. അല്ലെങ്കിൽ കേട്ടിട്ട് തന്നെ എടുത്തു കളഞ്ഞ് ഇതിനേക്കാൾ ടഫായ മറ്റെന്തെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് വന്നേക്കാം. ഇത് ഞാൻ വെറുതെ പറയല. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേട്ടറ്റിന്റെ സിലബസ് മാറാനുള്ള കാരണങ്ങൾ ഞാൻ ആദ്യം പറയാം. കേട്ടറ്റിന്റെ സിലബസ് മാറാനുള്ള പല കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്നാണ്, ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് ഏത് വർഷം മുതലാ തുടങ്ങിയത്? 2012 2012 ശേഷം കേരള SCERT ടെക്സ്റ്റ് ബുക്ക് 2 തവണ മാറി. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷം, ഇപ്പൊ ഈ അധ്യയന വർഷം തുടക്കത്തിൽ തന്നെ 1, 3, 5, 7, 9 ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ മാറി. അടുത്ത ജൂണോട് കൂടി 1 മുതൽ 10 വരെയുള്ള സമ്പൂർണ്ണ ക്ലാസ്സുകളിലെയും ടെക്സ്റ്റ് ബുക്കുകൾ മാറും. അഥവാ അടുത്ത ജൂണിൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കും മാറും. അതോടുകൂടി SCERT എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റം വന്നു. നമ്മളോട് ചോദിക്കുന്ന പല കാര്യങ്ങളും SCERTയിലെ ഫാക്റ്റുകളാണ്. അപ്പൊ അവിടെ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് കേട്ടറ്റിന്റെ സിലബസും മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. 2012 സിലബസ് തന്നെയാണ് കേട്ടറ്റിനുള്ളത്. പക്ഷേ SCERT അതിനിടയ്ക്ക് 2 തവണ മാറി. അതുകൊണ്ട് തന്നെ ഏത് സമയവും കേട്ടറ്റിന്റെ സിലബസിൽ മാറ്റം വരാം. അതുപോലെ തന്നെ നമ്മുടെ കേരള പാഠ്യപദ്ധതി സമീപനത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2012 എന്ന് പറയുമ്പോൾ ഏകദേശം 13 വർഷം മുൻപാണ്. 13 വർഷം മുൻപുള്ള നമ്മുടെ ക്ലാസ് റൂമിലെ അധ്യാപകന്റെ സമീപനവും ഇപ്പോൾ 2024 അവസാനമായി ഈ സമയത്തുള്ള കേരളത്തിലെ അധ്യാപകന്റെ ക്ലാസ് റൂമിലുള്ള സമീപനവും ഒരുപോലെയാണോ? നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള അധ്യാപകന്റെ സമീപനമാണോ ഇപ്പോൾ 1-ാം ക്ലാസ്സിലെ അധ്യാപകർക്കുള്ളത്? ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നേരെ നിങ്ങളുടെ അനുഭവം നോക്കിയാൽ മതി. നമ്മൾ ഓരോരുത്തരും 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവിടെ കുറച്ചുകൂടെ ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള രീതിയായിരുന്നു, അറിവ് കുത്തിക്കയറ്റുന്ന രീതിയായിരുന്നു, അഥവാ അക്ഷരാവതരണ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അക്ഷരാവതരണ രീതി. അതുപോലെ കൂടുതൽ ബിഹേവിയറിസ്റ്റ് രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വ്യവഹാരവാദ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാഠ്യപദ്ധതികളെല്ലാം പരിഷ്കരിച്ചു. അക്ഷരാവതരണ രീതിയിൽ നിന്നും ആശയാവതരണ രീതിയിലേക്ക് പോയി.
ആണല്ലോ, ആശയാവതരണ രീതിയിലേക്ക് പോയി. ഇപ്പൊ കുട്ടികളെ അക്ഷരം നേരിട്ട് പഠിപ്പിക്കുന്ന സമ്പ്രദായം എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ അധ്യാപക കേന്ദ്രീകൃത രീതിയിൽ നിന്നും ശിശു കേന്ദ്രീകൃത രീതിയിലേക്ക് മാറി. അതുപോലെ ബിഹേവിയറിസ്റ്റ് രീതിയിൽ നിന്നും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് രീതിയിലേക്ക് മാറി, ജ്ഞാനനിർമ്മിതിവാദത്തിലേക്ക് മാറി, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. ഇങ്ങനെ പെഡഗോജിക്കലി ഒരുപാട് മാറ്റങ്ങൾ കേരള പാഠ്യപദ്ധതിയിൽ വന്നിട്ടുണ്ട്. കേരള പാഠ്യപദ്ധതിയിൽ പെഡഗോജിക്കലിയുള്ള മാറ്റങ്ങൾ വന്നു. പക്ഷേ പെഡഗോജിക്കലിയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കേട്ടറ്റ് സിലബസിൽ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിലബസ് എന്ന് പറയുന്നത് ഏത് സമയവും മാറിയേക്കാം. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ SCERT ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ഓക്കെ, ഞാൻ തിരുവനന്തപുരം പോയ SCERTയിൽ പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ പോയ സമയത്ത് നമ്മൾ SCERTയിലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് നിലവിലുള്ള അധ്യാപക കോഴ്സ് തന്നെ മാറ്റിയേക്കും. അതില് ആ ഒരു അധ്യാപക പരിശീലന കോഴ്സുകൾ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അഥവാ ഈ ഒരു TTCയും BEdും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ മാറ്റാനുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കോഴ്സ് തന്നെ എടുത്തു പോകും. അപ്പോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞു, അഥവാ ഇതിനേക്കാൾ ടഫായ എലിജിബിലിറ്റി ടെസ്റ്റ് വന്നേക്കാം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ പുതിയ ഒരു നമ്മുടെ ഒരു പരിഷ്കാരം വന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയതായിട്ട് വന്നു. ദേശീയ വിദ്യാഭ്യാസ നയം പുതിയതായിട്ട് വന്നു. അതിന്റെ ഭാഗമായിട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രാഥമിക വിദ്യാലയം മുതൽ ഉയർന്ന തലം വരെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് DLED എന്ന് പറയുന്ന കോഴ്സ് തന്നെ എടുത്തു കളയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എടുത്തു കളയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേട്ടറ്റ് പരീക്ഷയിലും എന്ത് ചെയ്യും, മാറ്റങ്ങൾ വന്നേക്കാം. അങ്ങനെ മാറ്റം വരുമ്പോ നിങ്ങൾ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രത്യേക നിയമം ഉണ്ടായിരിക്കും. നിലവിൽ യോഗ്യത നേടിയവർക്ക് ബാധകമല്ല എന്ന് നിയമം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് മുന്നോടിയായിട്ട് അപ്പൊ അവര് പറയും ഈ ഒരു കോഴ്സ് പഠിച്ചവർക്കാണ് ഇനി LP സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും പുതിയ കോഴ്സ് വരുമ്പോ. അപ്പൊ അതിനു മുൻപ് നിങ്ങൾ അധ്യാപക യോഗ്യത നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ നിയമം നിങ്ങളെ ബാധിക്കില്ല. മനസ്സിലായല്ലോ? ഇതാണ് കേട്ടറ്റ് പഠിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ് മാറിയാൽ വലിയ പരീക്ഷണങ്ങളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സിലബസ് മാറിയാൽ മറ്റൊരു പ്രശ്നമുണ്ട്. മറ്റു പ്രശ്നം എന്താ അറിയോ? 2012 മുതൽ കേട്ടറ്റ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2012 മുതൽ 2024 ജൂൺ മാസത്തിൽ നടന്ന കേട്ടറ്റ് പരീക്ഷ വരെ ഇതുവരെ നിരവധി കേട്ടറ്റ് പരീക്ഷകൾ നടന്നു. ആ പരീക്ഷകളിലെല്ലാം ഈ 12-13 വർഷത്തെ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ലഭ്യമാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങൾക്ക് എന്തുണ്ട്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓരോ വർഷങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളോ ഇനി ചോദിച്ച ചോദ്യമല്ലെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോ ആണ് വർഷങ്ങളായിട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് ആ ചോദ്യങ്ങള് കണ്ട് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. ഇനി നിലവിലുള്ള സിലബസ് മാറിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം നിലവിൽ 20 മുതൽ 30% വരെ വിജയ ശതമാനം കേട്ടറ്റ് പരീക്ഷയ്ക്കുണ്ട്. 20% മുതൽ 30% വരെ. അതായത് 100 പേർ കേട്ടറ്റ് പരീക്ഷ എഴുതുമ്പോ 20 മുതൽ 30 കുട്ടികൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. 100-ൽ 20-30 ആളുകൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സിലബസിൽ മാറ്റം വന്നാൽ കുട്ടികൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാൻ പറ്റില്ല, സിലബസ് മനസ്സിലാക്കാൻ പറ്റില്ല, എന്താണ് അവിടെ നിന്ന് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഈ വിജയ ശതമാനം 20 മുതൽ 30% വരെയുള്ളത് 8 മുതൽ 10% വരെ വിജയ ശതമാനമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വിജയ ശതമാനം കുറഞ്ഞാൽ
വിജയിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. അതിലെങ്ങാനും നമ്മൾ നിർഭാഗ്യവശാൽ പെട്ടുപോയാൽ വളരെ നമ്മുടെ ആ ഒരു എഫേർട്ടുകളെല്ലാം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ വിജയ ശതമാനം കുറയുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ DLEDനും BEdനും ഒക്കെ സിലബസ് ഉണ്ട്. പക്ഷെ DLEDനും BEdനും സിലബസ് ഉണ്ടെങ്കിലും SCERT നമുക്ക് ആ സിലബസിന്റെ ടെക്സ്റ്റ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ TTC പഠിക്കുന്നവരാണെങ്കിൽ സൈക്കോളജിക്ക് 101, 201, ഫിലോസഫിക്ക് 102, 202, ഇംഗ്ലീഷിന് 103, 203 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസ് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കേട്ടറ്റ് എന്ന് പറയുന്നതിന് അവര് നമുക്ക് സിലബസ് തരുന്നുള്ളൂ. സിലബസിൽ എന്ത് പഠിക്കണം എന്നുള്ളത് തരുന്നില്ല. അതിനുള്ള മെറ്റീരിയൽസ് നമുക്ക് നൽകുന്നില്ല. അതിനുള്ള ടെക്സ്റ്റ് ബുക്കോ PDF നമുക്ക് SCERT നൽകുന്നില്ല. സിലബസ് മാത്രമേ നൽകുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? എവിടെ നിന്ന് പഠിക്കണം? അപ്പോൾ നമ്മൾ സിലബസും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. കേട്ടറ്റിന്റെ ഏത് അക്കാദമികളായിക്കോട്ടെ, കേട്ടറ്റ് കോച്ചിങ് എടുക്കുന്ന ഏത് ആളുകളാണെങ്കിലും ഇവർ സിലബസ് നോക്കുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നു, അതിനനുസരിച്ചാണ് കോണ്ടന്റ് തയ്യാറാക്കുന്നത്. അങ്ങനെയാണ് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലാതെ മറ്റു സോഴ്സുകളൊന്നുമില്ല. അതുപോലെ SCERT പോയിന്റിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്ത് തന്നിട്ടുണ്ടോ അതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിലബസിലുള്ള മാറ്റം വരികയാണെങ്കിൽ അത് കേട്ടറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർക്കും എല്ലാവർക്കും അതൊരു പരീക്ഷണമായിരിക്കും. കാരണം എന്ത് പഠിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ള ധാരണ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ഒരു സിലബസ് മാറ്റം വരുന്നതിന് മുൻപ് തന്നെ കേട്ടറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രാധാന്യം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത സംശയമാണ് ഹൗ ടു പ്രിപ്പയർ ഫോർ കേട്ടറ്റ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കും? സാധാരണയായിട്ട് 2 രീതിയിലാണ് വിദ്യാർത്ഥികൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാറുള്ളത്, 2 രീതിയിലാണ് തയ്യാറെടുക്കാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്വയം പഠനം, സെൽഫ് ലേണിംഗ് ആണ്, സ്വയം പഠനം. 2 അക്കാദമിയിൽ പഠനം. ഏതെങ്കിലും ഒരു അക്കാദമിയിൽ, ഒരു ട്രെയിനിങ് അക്കാദമിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 2 രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത്, തയ്യാറെടുക്കാറുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ 2 രീതിയിൽ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ 2ന്റെയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നല്ല കാലിബർ ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നല്ല കാലിബർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം പഠനം നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, സ്വയം പഠനം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാലിബർ ഉള്ള ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വാരി വലിച്ചു പഠിക്കരുത്. വാരി വലിച്ചുള്ള പഠനം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. വാരി വലിച്ച് നമ്മൾ പഠിക്കാൻ പാടില്ല. എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ധാരണയോടുകൂടി കൃത്യമായിട്ട് പഠിക്കുക. വാരി വലിച്ചുള്ള പഠനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ, ഒരു അക്കാദമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വാരി വലിച്ചുള്ള പഠനം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുന്നില്ല. കാരണം പല അക്കാദമികളും ഞങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് വിവരമുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പാവപ്പെട്ട വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയാത്തതിനും അപ്പുറം കോണ്ടന്റ് വാരി വലിച്ചു കൊടുക്കുന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത കോണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് വാരി ഒഴിച്ച് പഠിക്കുക എന്നുള്ളതല്ല. അത് എവിടെ നിന്നായാലും, ഇനി നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വാങ്ങുകയാണ്, നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു PDF കിട്ടുമ്പോൾ ആ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്ത് വായിക്കാൻ നിൽക്കരുത്. കാരണം ഈ ഒരു കേട്ടറ്റ് പരീക്ഷയുടെ റാങ്ക് ഫയലുകൾ നിരവധി ലഭ്യമാണ്. റാങ്ക് ഫയൽ പഠനത്തെ ഞാൻ പൂർണ്ണമായിട്ടും നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള നല്ല സോഴ്സാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. പക്ഷേ റാങ്ക് ഫയലിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരുപാട് കോണ്ടന്റ് വാരി വലിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കാറ്റഗറി 1ന്റെ സിലബസും കാറ്റഗറി 2ന്റെ സിലബസും നിങ്ങൾ റാങ്ക് ഫയലും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുമ്പോൾ സിലബസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് കോണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്,
റാങ്ക് ഫയലിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് റാങ്ക് ഫയൽ തയ്യാറാക്കുന്നത് പല PSC സെന്ററുകളുമാണ്. PSC കോച്ചിങ് കൊടുക്കുന്ന സെന്ററുകളാണ് റാങ്ക് ഫയൽ തയ്യാറാക്കുന്നത്. ഇവർ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, സൈക്കോളജി എന്ന് പറയുമ്പോൾ LP UP ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ LP UPയുടെ എല്ലാ സൈക്കോളജിയും ഇതിലേക്ക് അതുപോലെ ആഡ് ചെയ്യുന്നു. ഇനി ഒരു സയൻസ് എടുക്കുമ്പോൾ സയൻസിൽ PSCക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ ആ കോണ്ടന്റ് എല്ലാം അതുപോലെ എന്ത് ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഇതിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇംഗ്ലീഷ് എടുക്കാനുണ്ടോ, ഇംഗ്ലീഷിൽ എന്തെല്ലാം PSCയിലുണ്ട് ആ കോണ്ടന്റ് എല്ലാം കാറ്ററ്റിൽ നിന്ന് കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ചട്ടയില് കാറ്റഗറി 1 കാറ്റഗറി 2 എന്ന് കൊടുക്കും. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് വായിച്ചാൽ തീരുകയുമില്ല, പഠിച്ചാൽ തീരുകയുമില്ല. അതുമൂലം നമ്മുടെ കേട്ടറ്റ് ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ ആവശ്യമില്ലാത്തത് വാരി വലിച്ച് പഠിക്കേണ്ട അവസ്ഥ വരുന്നു. അതോടുകൂടി പഠിക്കേണ്ട കാര്യങ്ങൾ മിസ്സാവുകയും ചെയ്യുന്നു. ഇതൊരു ശരിക്കുള്ള റിയാലിറ്റിയാണ്. നിങ്ങൾ ഒരു റാങ്ക് ഫയൽ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ കാറ്ററ്റിന്റെ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരു കാറ്ററ്റിന്റെ ഏത് അക്കാദമി ആയിക്കോട്ടെ റാങ്ക് ഫയൽ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരെല്ലാം PSCക്ക് വേണ്ടി തയ്യാറാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ചട്ടയിൽ മാത്രം കാറ്ററ്റ് എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് പാവം ഉദ്യോഗാർത്ഥികൾ അതിൽ പരീക്ഷണത്തിൽ കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്ക് ഫയൽ വാങ്ങിക്കോ. റാങ്ക് ഫയൽ വാങ്ങിയിട്ട് നിങ്ങൾ നോക്കുക, നമ്മുടെ സിലബസ് നോക്കുക. ആ സിലബസിന്റെ ടോപ്പിക്ക് നിങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് ആ ഭാഗം മാത്രം നിങ്ങൾ പഠിക്കുക. അല്ലാത്ത റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങി ഒരു തുടക്കം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴേക്കും കാറ്ററ്റ് പരീക്ഷയുടെ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ തീർന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല ആ വായിച്ചു വിട്ടതെല്ലാം നമുക്ക് പഠിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല ആവശ്യമുള്ള കോണ്ടന്റ് അവിടെ നിന്ന് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ DLED കേരള ലേണിംഗ് ആപ്പിന്റെ തന്നെ ഫ്രീ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അതിൽ കാറ്ററ്റ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നതിൽ പോയാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ DLED കേരള ലേണിംഗ് ആപ്പിന്റെ തന്നെ ഫ്രീ ഗ്രൂപ്പുകൾ ഉണ്ട്. ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് ഡെയിലി എക്സാംസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നൽകാറുണ്ട്, ഗൂഗിൾ ഫോം എക്സാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അത് എത്ര പേര് ചെയ്യാറുണ്ട് ഒന്ന് പറഞ്ഞേ, യെസ് ഓർണോ? ചെയ്യുന്ന ആളുകളൊന്ന് യെസ് പറഞ്ഞ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാംസ് നൽകാറുണ്ട്, നിങ്ങളത് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ എക്സാംസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ഏതെല്ലാം പാറ്റേണിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവല് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് നമ്മൾ നേരെ ടൈപ്പ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക. തെറ്റിയ ഉത്തരങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്തെടുത്ത് പഠിക്കണം. തെറ്റിയ ഉത്തരങ്ങൾ നോട്ട് ചെയ്തെടുത്ത് പഠിക്കണം. ആപ്പ് എന്ന് പറയുന്നത് DLED കേരള ലേണിംഗ് ആപ്പ്. DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും. അതിലും നിങ്ങൾക്ക് കാറ്ററ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. സൗജന്യമായിട്ട് കിട്ടുന്ന നമ്മുടെ അവസരങ്ങളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കാറ്ററ്റ് പരീക്ഷ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ്. അറിയാമല്ലോ, കാറ്ററ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ 150 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 150 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് അതായിരിക്കണം. ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ബൈ അറ്റൻഡിങ് ഈസി സബ്ജക്ട് ഫസ്റ്റ്.
നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രയാസമുള്ള ഇംഗ്ലീഷോ മാത്സോ ഏതാണ് പ്രയാസം, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ അത് പോയി അറ്റൻഡ് ചെയ്തേക്കല്ലേ. അത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 2 എണ്ണം തെറ്റുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് താഴോട്ട് പോകും. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രയാസമില്ലാത്ത എളുപ്പമായ സബ്ജക്റ്റുകളായ സൈക്കോളജി പോലുള്ള വിഷയങ്ങൾ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്തോ, നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾക്ക് ഉയർത്താനും ബാക്കിയുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ അറ്റൻഡ് ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഇസ് നോട്ട് എ കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് PSC. ഇതൊരു മത്സര പരീക്ഷയല്ല. ഇത് മത്സര പരീക്ഷ അല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിജയം നിങ്ങളെ ബാധിക്കുന്നതല്ല. മറ്റുള്ളവരെ വിജയം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് ലേണിംഗ്. ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് ലേണിംഗ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ, കേട്ടിട്ട് കിട്ടാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കേട്ടിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഒരു സൈക്കോളജിയോ മലയാളമോ ഇംഗ്ലീഷോ മാത്സോ ഏതായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ടീച്ചിങ് ഇസ് ദ ബെസ്റ്റ് ലേണിംഗ്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. മനസ്സിലായല്ലോ? നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു മത്സര പരീക്ഷയല്ല, അവൻ എന്നേക്കാൾ മാർക്ക് കിട്ടുമോ എന്ന് കരുതി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്തോ, പഠിപ്പിച്ചു കൊടുത്തോ, അവർക്കും എന്താവും, ഇത് അവർക്കും പഠിയും. അതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എത്ര ദിവസങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്? ഏകദേശം 50 ദിവസങ്ങളാണ് ഇനി നമ്മുടെ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ളത്. നിങ്ങൾക്കറിയോ, ഇനി ഏകദേശം 50 ദിവസങ്ങൾ, ഇനി വെറും 50 ദിവസങ്ങൾ. ജനുവരി 18, 19 ദിവസങ്ങളിലായിട്ടാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത്. ഈ 50 ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനിയുള്ള 50 ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള നല്ലൊരു പ്ലാനിങ്ങും അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളോട് കൂടിയും നമ്മുടെ DLED കേരള ലേണിംഗ് ആപ്പ് ഒരു കേട്ടറ്റ് ബാച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ നമ്മുടെ ബാച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഈ ഒരു DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ കേട്ടറ്റ് കോച്ചിങ് ഈ ഒരു ബാച്ച് മാത്രമാണ്. ഈ ഒരു DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഈ ഒരു മിമിക് ചെയ്തുകൊണ്ട് പല ആളുകളും കേട്ടറ്റ് നടത്തുന്നുണ്ട്. പക്ഷെ DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കേഡറ്റ് കോച്ചിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കോച്ചിങ് മാത്രമാണ് നമ്മുടെ ആപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ലൈവ് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ടും ലഭ്യമാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡായിട്ട് ക്ലാസ് കാണാനും അവസരമുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ബാച്ചിൽ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് PDF ആയിട്ട് ലഭിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഒരു പ്രസന്റേഷൻ മുഴുവൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് ആ ഒരു PDF ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കുന്നതാണ്. കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ജനുവരി 18-നാണല്ലോ. ഈ ജനുവരി 18-ാം തീയതി വരെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാനുള്ള മെന്റർ സപ്പോർട്ടും നമ്മുടെ ബാച്ചിൽ ലഭ്യമായിരിക്കും. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ പേഴ്സണൽ ആയിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പിലൂടെയും ചോദിക്കാനുള്ള അവസരം നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത എന്നാൽ DLED കേരള ലേണിംഗ് ആപ്പിൽ മാത്രം ലഭിക്കുന്ന കേട്ടറ്റ് ഫീച്ചറാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെ പോയി നിങ്ങൾ അന്വേഷിച്ചാലും കിട്ടില്ല. ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്, ക്രാഷ് ക്യാമ്പ് അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ക്രാഷ് ക്യാമ്പ് എന്ന് പറഞ്ഞ് പരസ്യം നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അവിടെ കൊടുക്കുന്നത് എന്താ, 60 ദിവസം കൊണ്ട് കൊടുക്കേണ്ട കോണ്ടന്റ് 30 ദിവസം കൊണ്ട് കൊടുക്കുന്നു. ഇതാണ് പല അക്കാദമികളിലും ചെയ്യുന്ന ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്.
അഥവാ എല്ലാ ദിവസവും ഒരു ക്ലാസ് ആണെങ്കിൽ ആ ഒരു ക്രാഷ് ക്യാമ്പ് സമയത്ത് 4 മണിക്കൂർ ക്ലാസ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു കോണ്ടന്റ് എന്ത് ചെയ്യുന്നു, അധിക കോണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ക്രാഷ് ക്യാമ്പിൽ ചെയ്യുന്നത്. എന്നാൽ DLED കേരള ലേണിംഗ് ആപ്പിൽ മാത്രമുള്ള ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 30 ദിവസം 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിന്റെ ഡിസ്കഷൻസുമാണ് കൊടുക്കുന്നത്. അഥവാ കേട്ടറ്റ് പരീക്ഷയുടെ ഒരു മാസം മുൻപ് മുതൽ ഡിസംബർ പകുതിയോട് കൂടി നമ്മൾ ആരംഭിക്കുന്നു. ഇതിൽ ഓരോ ദിവസവും ഓരോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്യും. എങ്ങനെ? ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള രീതിയല്ല, ഒരു ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുതകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ക്യാമ്പ് എന്താണ് അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് കാണാം. അതായിരിക്കും നമ്മുടെ ക്രാഷ് ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഥവാ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച സകല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രാഷ് ക്യാമ്പിൽ ഡിസ്കസ് ചെയ്യുന്നു. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിനു പുറമെ ഈ രീതിയിലുള്ള 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻസ് ഉള്ള ക്രാഷ് ക്യാമ്പ് കൂടെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് 100-ലധികം മാർക്കോട് കൂടി കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പുറത്ത് നിന്നുള്ള സോഴ്സ് ഒന്നും നിങ്ങൾ തേടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ബാച്ചിൽ പഠിപ്പിക്കുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റും അതുപോലെ നമ്മുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് ക്യാമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100-ലധികം മാർക്കോട് കൂടി അറ്റൻഡ് ചെയ്താൽ പോരാ, അത് നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും വേണം. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100-ലധികം മാർക്കോട് കൂടി നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ കഴിഞ്ഞ 2 ബാച്ചുകളിലും നമ്മൾ ഈ ക്രാഷ് ക്യാമ്പ് നടത്തി സക്സസ് ആയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ബാച്ചിലെല്ലാം നമ്മൾ ഇത്തരം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതോടൊപ്പം നമ്മൾ ക്രാഷ് ക്യാമ്പും നടത്തുമ്പോൾ ഏറ്റവും മികച്ച റിസൾട്ട് ആണ് DLED കേരള ലേണിംഗ് ആപ്പിന് എടുത്തു പറയാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാളിറ്റിയും റിസൾട്ടും ഉറപ്പ് നൽകാൻ പറ്റുന്ന ഏക സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ക്രാഷ് ക്ലാസ്സും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഡെയിലി ലൈവ് ക്ലാസ്സുകളും ലഭിക്കുന്നതിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നതും DLED കേരള ലേണിംഗ് ആപ്പാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 2000 രൂപ കോഴ്സ് ഫീയും 1000 രൂപ ക്രാഷ് കോഴ്സിന്റെ ഫീയും വരുന്ന 3000 രൂപയുടെ കോഴ്സ്, ടോട്ടൽ 3000 രൂപ വരുന്ന പാക്കേജ് നമ്മൾ 1500 രൂപക്കാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 3000 രൂപയുടെ കോഴ്സ് നമ്മൾ ക്രാഷ് കോഴ്സ് അടക്കം നമ്മൾ 1500 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡിസംബർ 5-ാം തീയതിക്ക് മുൻപ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസംബർ 5-ാം തീയതി നമ്മുടെ ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ എന്ത് ചെയ്യും, ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ഡിസംബർ 5-ാം തീയതി വരെ ആയിരിക്കും. ഡിസംബർ 5-ാം തീയതിക്ക് മുൻപ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 1500 രൂപക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോ. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ജസ്റ്റ് അഡ്മിഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കേട്ടറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ പറയാം, 8590672089 8590672089. ഈ നമ്പറാണ് DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ, വാട്സപ്പിൽ കേട്ടറ്റ് അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കേട്ടറ്റ് പെയ്ഡ് ബാച്ചിലേക്ക് ഔദ്യോഗികമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഡിസംബർ 5-ാം തീയതി വരെ മാത്രമായിരിക്കും നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. DLED കേരള ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓക്കെ, നാളെയും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നാളെ ക്ലാസ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ
എവിടെ അഡ്മിഷൻ എടുത്താലും നിങ്ങൾ പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തവരുമുണ്ട്. അതായത് മറ്റു അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് ആ പൈസ പോയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. കാരണം മറ്റു അക്കാദമിയിൽ ജോയിൻ ചെയ്ത് വഞ്ചിതരായ ആളുകളുണ്ട്. കാരണം എന്താ അറിയോ, അതായത് ഫ്രീ ക്ലാസ്സിൽ പോലും ഫ്രീ ക്ലാസ് പല ആളുകളും കണ്ടക്ട് ചെയ്യും, എന്നിട്ട് അതിൽ സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, എന്നിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അഡ്മിഷൻ എടുത്ത ആളുകള് എന്നെ വിളിച്ചിട്ടുണ്ട്, വളരെ സങ്കടത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൈസ പോയി, പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ എടുത്ത ഒരുപാട് ആളുകൾ എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ വലിയൊരു അക്കാദമിയിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവരെന്നെ വിളിച്ച കാര്യം, അവരും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഫ്രീ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു. അവരെന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ഇതുപോലെ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അക്കാദമിയുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും. അവരും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ചെയ്യുന്ന കാര്യം, ഒരു ചോദ്യം വായിക്കുന്നു, ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു, ചോദ്യവും ഉത്തരവും വായിക്കുന്നു. ഉദാഹരണമായിട്ട് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം മുന്നോട്ട് വെച്ചതാര്? ഓപ്ഷനിൽ ഉണ്ടായിരിക്കും വൈഗോഡ്സ്കി, നോം ചോംസ്കി, പിയാഷെ, ബ്രൂണർ. അവിടെ ഉത്തരം പറയുന്നത് എന്താ അറിയോ? അവിടെ ഉത്തരം എന്ത് പറയും? വൈഗോഡ്സ്കി എന്ന് പറയും. എന്നിട്ട് അടുത്ത ചോദ്യം. എന്നാൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മുടെ ക്രാഷ് ക്യാമ്പിലും നമ്മളുടെ ഡിസ്കഷനിലും നമ്മൾ ചെയ്യുന്നത്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം മുന്നോട്ട് വെച്ചതാര്? നമ്മൾ വൈഗോഡ്സ്കി എന്നുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കും. അതിനോടൊപ്പം വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഉദാഹരണമായിട്ട് വൈഗോഡ്സ്കി, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, ZPD എന്താണ്, സ്കഫോൾഡിങ് എന്താണ്, സഹവർത്തിത പഠനം, സംഘപഠനം എന്താണ്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കും. അതുപോലെ അതിന്റെ ഓപ്ഷനിൽ വന്ന പിയാഷയെ കുറിച്ചും ബ്രൂണറെ കുറിച്ചും നോം ചോംസ്കിയെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ പറയും. ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല മാർക്കോട് കൂടി കേട്ടിട്ട് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കുമ്പോഴും ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക. ആ ക്ലാസ് കൊണ്ട് എനിക്ക് നേട്ടമുണ്ടോ, എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി വഞ്ചിതരായി പിന്നീട് വിളിച്ചിട്ട് എന്തുണ്ടാവില്ല, കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും മികച്ച ക്വാളിറ്റിയോട് കൂടി ഏറ്റവും റിസൾട്ട് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അത് നമുക്ക് DLED കേരള ലേണിംഗ് ആപ്പിന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും നമ്മുടെ ബാച്ചിലുള്ള ഭൂരിഭാഗം ആളുകളും അമ്മമാരും, മുലയൂട്ടുന്ന അമ്മമാരും, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള ആളുകളൊക്കെയാണ്. ഈ കുഞ്ഞുങ്ങളുള്ള ആളുകളും അതുപോലെ തന്നെ കോളേജിൽ പോയി ക്ലാസ് പഠിക്കുന്ന ആളുകളും, ഇവർക്കെല്ലാം അഫോർഡബിൾ ആയുള്ള രീതിയിൽ എല്ലാ ദിവസവും രാത്രി 8:30 മുതൽ 10 മണി വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. എല്ലാ ദിവസവും രാത്രി 8:30 മുതൽ 10 മണി വരെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ചിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പല തിരക്കുകളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം, കേട്ടിട്ട് എന്ന് പറയുന്ന ലക്ഷ്യം നിങ്ങളുടെ മാത്രം ലക്ഷ്യമാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ലക്ഷ്യമല്ല. നിങ്ങൾക്ക് പല തിരക്കുകളും ഉണ്ടാകാം, പക്ഷെ കേട്ടിട്ട് എന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് എന്ന ബോധ്യത്തോടെ നിങ്ങൾ പരിശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു കാറ്ററ്റിന്റെ ആവശ്യകതയും പ്രാധാന്യവും അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായോ? കാറ്ററ്റ് പഠിക്കേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം എന്നോ? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കോണ്ടന്റ് അല്ല. കോണ്ടന്റിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം നാളെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ DLED കേരള ലേണിംഗ് ആപ്പ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാറ്ററ്റിന്റെ ആവശ്യകതയും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും കുറിച്ചൊരു ബോധ്യം കിട്ടിയോ? ആ ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ഈ ഒരു കാറ്ററ്റ് എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യമാണ് എന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാവുക. അതിനനുസരിച്ച് നിങ്ങൾ സമയം കണ്ടെത്തുക.
അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.